കേരളത്തിൽ 10ഓളം വരുന്ന സാറ്റലൈറ്റ് ചാനലുകളുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ചാനലുകൾ തമ്മിൽ വലിയ കിടമത്സരത്തിലാണ് എന്ന് നമുക്കറിയാം. കാരണം നേരത്തെ അത്ര പ്രശ്നമുണ്ടായിരുന്നില്ല. കാരണം ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ ഉയരത്തിൽ നിൽക്കുകയും 2ഉം 3ഉം 4ഉം ചാനലുകളൊക്കെ കൂട്ടിവെച്ചാൽ പോലും, ഈ 3 ചാനലുകൾ കൂട്ടിവെച്ചാൽ പോലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പകുതി എത്തുന്ന റേറ്റിംഗ് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ആളുകൾ കാണുന്നത് അത്രത്തോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് മാറിക്കൊണ്ട് കഴിഞ്ഞ തവണ 24 ന്യൂസ് ഒരു മേഖലയിൽ, അതായത് ഓൾ കേരള എന്ന് പറയുന്ന ഓൾ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഒന്നാമതെത്തി. പക്ഷേ കഴിഞ്ഞ ആഴ്ച അത് ഏഷ്യാനെറ്റ് എല്ലാം തിരിച്ചു പിടിച്ചു. അവർ തന്നെയാണ് ഇപ്പോൾ ഒന്നാമതെത്തി നിൽക്കുന്നത്. അപ്പോൾ കൂടാതെ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ചാനൽ, അത് നമ്മുടെ നികേഷ് കുമാറിൻ്റെ അല്ല, ഇപ്പോൾ പുതിയ മുട്ടിൽ മരമുറി ബ്രദേഴ്സ് തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടർ ചാനലുണ്ടല്ലോ, ആ ചാനൽ ഇത് ഏതാണ്ട് ഇതിൻ്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ വലിയ മത്സരം കൊടുമ്പിരിക്കൊണ്ടു. ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇപ്പോൾ ആരാണ് കൂടുതൽ ബ്രേക്കിങ്ങുകൾ കൊടുക്കുന്നത് എന്നൊക്കെയുള്ളത് നിലക്ക് വലിയ കിടമത്സരം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ റിപ്പോർട്ടർ ചാനൽ 9 മണിക്ക് കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്ത, കേരളത്തെ മാത്രമല്ല ലോകം മുഴുവൻ പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്ത വരും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ വാർത്ത എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു താത്ത എന്ന് വിളിക്കുന്ന ഒരു 39 വയസ്സുള്ള ഒരു സ്ത്രീ, അവർ വന്നിട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയെന്ന് പറഞ്ഞാൽ ബലാത്സംഗ ശൃംഖല എന്നാണ് ഇതിന് ഹെഡിങ് കൊടുത്തിരുന്നത്. റിപ്പോർട്ടർ ചാനൽ വലിയ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം ഇവരൊരു സർക്കിൾ ഇൻസ്പെക്ടറുടെ അടുത്ത് അയാൾ പീഡിപ്പിച്ചു. അതിനുശേഷം ഒരു DYSPയുടെ അടുത്ത് അയാൾ പീഡിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം മോശമായിട്ട് പെരുമാറി. പിന്നെ ഈ SP അടുത്ത് നിന്ന് SP 2 തവണ ഇവരെ ബലാത്സംഗം ചെയ്തു. ഇങ്ങനെ ഈ 3 പേരും തന്നെ മോശമായിട്ട് പെരുമാറി. അതിൽ സർക്കിൾ ഇൻസ്പെക്ടറും SPയും ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു കേസ്. അപ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് പക്ഷെ തകർന്നു പോയി. കാരണം ബ്രേക്കിംഗ് ന്യൂസ് തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് ഏതാണ്ട് 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് വിട്ടു. അപ്പോൾ പിന്നെ 8 മണിക്ക് ഇവർക്ക് പുറത്തേക്ക് വിടാതെ നിർവാഹമില്ലെന്നായിട്ട് 8 മണിക്ക് ഇവരും പുറത്തേക്ക് വിട്ടു. പിന്നെ അതിന് പറഞ്ഞ കാരണമൊക്കെ രസകരമാണ്. TV പ്രസാദ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. സാധാരണ പോലീസിനൊക്കെയാണ് അതുള്ളത്, പക്ഷേ ഇവർക്ക് മാത്രമാണ് അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഹെഡാണ് TV പ്രസാദ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ കുറ്റകൃത്യം അറിഞ്ഞിട്ടത് ഒളിച്ചു വെക്കുന്നത് തെറ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് 1 മണിക്കൂർ നേരത്തെ വിട്ടു എന്നാണ്. ഈ തലേദിവസം പറഞ്ഞ കുറ്റകൃത്യം പിന്നെ രാത്രി മുഴുവൻ ഒളിപ്പിച്ച് വെച്ച് പകൽ വരെ ഒളിപ്പിച്ച് വെച്ചിട്ട് പിന്നെ 8 മണിക്കൂർ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ സത്യത്തിൽ ഇതുകൊണ്ട് കുലുങ്ങിയത് മൊത്തം എന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഞാൻ കാത്തു നിന്നു. അപ്പോഴാണ് എന്നെ ഞെട്ടിക്കുന്നൊരു താരതമ്യം അവിടെ നടന്നത്. അത് സാധാരണ ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇത്രയെങ്കിലും കോമൺ സെൻസോടുകൂടി സംസാരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്നല്ല, അത് പറയാതിരിക്കാൻ വയ്യ. അതാണ് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. അദ്ദേഹത്തിൻ്റെ ഒരു താരതമ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2001 അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടത് തെഹൽക്കയുടെ ഒരു ഓപ്പറേഷനാണ് 2001. ആ 2001 തെഹൽക്ക എന്ന് പറയുന്നത് അത് ലോകം മുഴുവൻ അറിഞ്ഞ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം നമ്മുടെ സൈന്യത്തിനകത്തെ ചില മോശപ്പെട്ട പ്രവണതകളെയും കൈക്കൂലിക്കാരെയും പൊഴുക്കുത്തുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ഓപ്പറേഷനായിരുന്നു. ആ ഓപ്പറേഷൻ നടത്തിയത് മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു മലയാളിയും അനിരുദ്ധ് ബെഹൽ എന്ന് പറയുന്ന 2 ജേർണലിസ്റ്റുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ മാത്യു സാമുവലും ഞാനുമായിട്ട് കുറേ നാൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രേക്ഷകരിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം. നാരദ ന്യൂസിലും അതുപോലെ മാത്യു സാമുവലിൻ്റെ ന്യൂസിലുമൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വളരെ വിശദമായി ഈ തെഹൽക്ക ഓപ്പറേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില പബ്ലിഷ് ചെയ്യാത്ത കാര്യങ്ങളടക്കം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തെഹൽക്കയുടെ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതേപോലെ ഒരു ഓപ്പറേഷനാണ് സത്യത്തിൽ ഇന്നലെ റിപ്പോർട്ടർ ചാനൽ നടത്തിയതെന്നാണ് പ്രിയപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത്. എനിക്ക് ആകെ അത്ഭുതവും തോന്നിപ്പോയി. തെഹൽക്ക എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവർ 1 ലക്ഷം രൂപ കൊണ്ട് ബംഗാരു ലക്ഷ്മണ, അതായത് അന്നത്തെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൊടുക്കുന്നത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിട്ട് അവർ പുറത്തേക്ക് വിട്ടിരുന്നു. ബംഗാരു ലക്ഷ്മണൻ രാജിവെക്കേണ്ടി വന്നു, പിന്നെ ജയിലിൽ പോകേണ്ടി വന്നു. പിന്നെ നമ്മുടെ ജയ ജെയ്റ്റ്ലി എന്ന് പറയുന്ന സമതാ പാർട്ടിയുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അവർക്ക് രാജിവെക്കേണ്ടി വന്നു. പിന്നെ ഗംഭീരനായിട്ടുള്ള പ്രതിരോധ മന്ത്രി ജോൺ ഫെർണാണ്ടസിന് രാജിവെക്കേണ്ടി വന്നു. പിന്നെ നിരവധി ഉദ്യോഗസ്ഥന്മാർ ഈ നമ്മുടെ തെഹൽക്കയുടെ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്, വെസ്റ്റേൺ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയെ മൊത്തം പിടിച്ചു കുലുക്കിയ, ഇന്ത്യൻ സൈന്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഇന്നലെ പറയുന്നൊരു വാചകം എന്ന് പറഞ്ഞാൽ, ഈ ഓപ്പറേഷനിലും അവർ കൈക്കൂലി കൊടുത്തിരുന്നു, പണം കൊടുത്തിരുന്നു, പിന്നെ ചില സൈനിക ഉദ്യോഗസ്ഥർക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തിരുന്നു, ലൈംഗിക തൊഴിലാളികളെ സപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് പോലും അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് നമ്മളാരും ചർച്ച ചെയ്തില്ല. നമ്മളൊക്കെ ചർച്ച ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതി പോലും പറഞ്ഞത് ഇത് വലിയൊരു നാഷണൽ ഇൻട്രസ്റ്റ്, രാജ്യ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം പൊറുക്കാവുന്നതാണെന്നും, കാരണം ഇന്ത്യ അപകടത്തിലാണെന്ന് തെളിയിക്കുന്ന
ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇതെന്നുമാണ് കോടതി കണ്ടെത്തിയത്. അപ്പോൾ അത്തരത്തിലാണ് സത്യത്തിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ പറയുന്ന തകർന്നു പോയിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസിനെയും കാണേണ്ടതാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ ഹൃദയം തകർന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുത്തത്. കാരണം എനിക്ക് ചിരിയും നിർത്താൻ പറ്റുന്നുണ്ടായില്ല. അതായത് ഈ ഒരു ആളെ കൊണ്ടുവന്ന് 39 വയസ്സുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഒരു തുറന്നു പറയിപ്പിക്കൽ നടത്തിയതിന് ശേഷം അതിനെ തെഹൽക്കയുടെ വെസ്റ്റേൺ ഓപ്പറേഷനുമായി താരതമ്യപ്പെടുത്താനുള്ള ഉണ്ണി ബാലകൃഷ്ണൻ്റെ ശ്രമം എന്നെ ഞെട്ടിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവുമെന്നറിയില്ല. ചവറ കൾച്ചറൽ സെൻറ്ററിൽ വെച്ച് അതിൻ്റെ ഇത് കഴിഞ്ഞേ ഉള്ളൂ, പ്രകാശനം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ വായിച്ചിട്ടില്ല. അത് മരങ്ങളായി നിന്നതും എന്നതാണ്. അപ്പോൾ മരവാഴകളായി നിന്നതും മരങ്ങളായി നിന്നതും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എനിക്ക് സത്യത്തിൽ ഏറ്റവും ആദ്യം ഓർമ്മ വന്നത് ഇത് കേട്ടപ്പോൾ. കാരണം അതിലുള്ള ബാക്കിയുള്ള എഡിറ്റോറിയൽ ഉള്ള സ്മൃതി വരുത്തിക്കാരൻ്റെ സുജയ പാർവതിയുടെയും പിന്നെ ആൻഡോ ഓഗസ്റ്റിനെ കൂടി അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഇതാണ് ഓർമ്മ വന്നത്. ഉണ്ണി ബാലകൃഷ്ണനോട് നമുക്ക് ക്ഷമിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ ടൈറ്റിലാണ് എനിക്ക് ഓർമ്മ വന്നത്, പ്രായമാകുന്നില്ല ഞാൻ എന്നുള്ളതാണ്. ഇപ്പോഴും ഏതാണ്ട് ഒരു 3ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ നിൽക്കുകയാണോ ഉണ്ണി ബാലകൃഷ്ണൻ എന്നാണ് എനിക്ക് സംശയമുള്ളത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിന് എല്ലാ ഭാവുകങ്ങളും. ഇനിയുള്ള നാളുകളിലും നമ്മൾ ഇത്തരത്തിലുള്ള പല വാർത്തകളും ഒരുപക്ഷെ കേൾക്കേണ്ടി വന്നേക്കാം. ഈ വാർത്തയെ മറ്റെല്ലാ മാധ്യമങ്ങളും തള്ളിക്കളഞ്ഞതിൻ്റെ ഒരു കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള വാർത്തയിൽ പറഞ്ഞിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടറും DYSPയും അതുപോലെ SP-യുടെയും കാര്യത്തിൽ ഈ DYSPയുടെ പേര് VV ബെന്നി എന്നാണ്. അദ്ദേഹം മുട്ടിൽ മരമുറി എന്ന് പറയുന്ന ഒരു മരമുറി കേസിൽ ഇതിൻ്റെ ഓണർമാരായിട്ടുള്ള ആൻഡോ ഓഗസ്റ്റിനെയും അവരെ 3 പേരെയും പിടിച്ച് ജയിലിലിടുകയും അവരുടെ അമ്മ ആ സമയത്ത് മരിക്കുക പോലും ചെയ്തിട്ടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു ഉദ്യോഗസ്ഥനാണ് VV ബെന്നി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇവർ കുറേ നാളായി പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തെ ഒന്ന് താറടിച്ച് കാണിക്കാൻ. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം താമിർ ജഫ്രി എന്ന് പറയുന്ന താനൂരുണ്ടായിട്ടുള്ള ഒരു കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹത്തിന് കുറേ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വന്നു. ആ സമയത്ത് തന്നെ നിവൃത്തിയില്ലാതെ ഇദ്ദേഹം എന്നെ ഈ മുട്ടിൽ മരമുറി കേസിൽ നിന്നും ഒഴിവാക്കൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒഴിവാക്കിയില്ല. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൻ. അപ്പോൾ അദ്ദേഹമാണ് ഈ പറഞ്ഞ കേസിലെ DYSP എന്ന് പറയുന്നത്. അപ്പോൾ ഈ DYSPയെക്കുറിച്ച് എനിക്ക് ഉണ്ണി ബാലകൃഷ്ണനോട് ചോദിക്കാനുള്ളത്, ഏത് പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണി, ഏത് നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് സുജയ പാർവതി എന്ന് പറയുന്ന ഒരാൾ വാർത്ത വായിക്കുമ്പോൾ ഈ DYSP ഈ പറയുന്ന അതിജീവിതയുടെ മാറത്ത് തലോടി എന്നൊക്കെ പറയുന്ന വാചകം എവിടെയാണ് നിങ്ങൾ വായിച്ചു കേട്ടിട്ടുള്ളത്? ഇതൊക്കെ ഒരു മാധ്യമ പ്രവർത്തനമാണോ എന്നുള്ളതിനാണ് ഉണ്ണി ബാലകൃഷ്ണയ്ക്ക് മറുപടി പറയേണ്ടത്. എന്ത് നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ പേരിലാണ്? ഇപ്പോൾ അദ്ദേഹത്തെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടിട്ട് വളരെ ആളുകളെ കുറച്ചുകൂടി നല്ല മോശമാക്കാനും ആളുകളുടെ ഇടയിലുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ കുളന്നുകൊണ്ടാനും ഒക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാർത്ത ക്ലച്ച് പിടിക്കാതെ പോയതും നിങ്ങളുടെ ഒരു വൈര്യനിരാധന ബുദ്ധിയോടുകൂടിയുള്ള അജണ്ടയാണ് എന്ന് ബാക്കിയുള്ളവർക്കൊക്കെ സംശയം തോന്നിയത്. പിന്നെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല നമ്മുടെ പത്രക്കാരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഇതുപോലെയുള്ള പല തമാശകളൊക്കെ പത്രങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, വലിയ സർക്കുലേഷനുള്ള പത്രങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ സർക്കുലേഷനുള്ള മനോരമയും മാതൃഭൂമിയൊക്കെ തന്നെയാണ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതാതെ വെട്ടുക്കിളികളെക്കുറിച്ച്, കൃഷി നശിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള പത്രങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ മനോരമ പത്രം കാണിച്ചിട്ടുള്ള അവർ സർക്കുലേഷനിൽ മുന്നോട്ട് വന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ മുന്നോട്ട് വന്നത് ഈ പറയുന്ന നക്സൽ വർഗീസിൻ്റെയൊക്കെ കൊലപാതകമൊക്കെ ഷൂട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ പോലീസ് സംഘത്തോടൊപ്പം തന്നെ പത്രലേഖകർ യാത്ര ചെയ്തിരുന്നു എന്നാണ് മനോരമ തന്നെ അവകാശപ്പെടുന്നത്. അങ്ങനെ പോയതിന് ശേഷം ഈ നക്സൽ വർഗീസ് വെടിയേറ്റ് മരിച്ചപ്പോൾ ഒരു കണ്ണടഞ്ഞും ഒരു കണ്ണ് തുറന്നു വിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വന്ന വാർത്തകൾ. മനോരമയാണത് എഴുതിയത്. ആ മനോരമ എഴുതിയപ്പോൾ മനോരമ മറ്റൊരു കാര്യം കൂടി എഴുതി വെച്ചു. അതായത് ഇങ്ങനെ ഒരു കണ്ണ് അടഞ്ഞും ഒരു കണ്ണ് തുറന്നു പിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നക്സൽ വർഗീസ് തോക്കിലൂടെ ഉന്നം പിടിക്കുകയായിരുന്നു, അപ്പോഴാണ് വെടികൊണ്ട് മരിച്ചത്. അതുകൊണ്ടാണ് ഒരു കണ്ണടഞ്ഞും ഒരു കണ്ണ് തുറന്നും പിടിച്ചിരുന്നതെന്നാണ്. അപ്പോൾ വെടി കൊള്ളുമ്പോഴെങ്കിലും മറ്റേ കണ്ണുകൂടി തുറക്കില്ല എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. കാരണം മനോരമയൊക്കെ അത്തരത്തിലുള്ള കഥകൾ എഴുതാൻ വേണ്ടി വളരെ മിടുക്കരായിട്ടുള്ള ആളുകളാണ്. ഇതൊക്കെ വളരെ നേരത്തെ നടന്ന സംഭവമാണെങ്കിൽ, നമ്മൾ പിന്നീട് അറിഞ്ഞിട്ടുള്ള സംഭവമാണെങ്കിൽ, ഞാൻ നേരിട്ട് വായിച്ചിട്ടുള്ള മനോരമയിലൊരു കഥയുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിദേശ വനിത നമ്മുടെ ഒരു ബീച്ചിൽ വെച്ചിട്ട് ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു. അപ്പോൾ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ അന്നും രാവിലെ മനോരമ വായിച്ചിട്ട് നമ്മളാകെ കോൾമയിർ കൊണ്ടുപോയി. കാരണം ഈ മനോരമയിൽ എഴുതിയേക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങി, നേരത്തെ ഏതാണ്ട് സുജയ പാർവതിയൊക്കെ പറഞ്ഞതുപോലെയുള്ള വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വായിച്ചാൽ നമ്മൾ പിന്നെ
ഈ പണ്ടൊക്കെ വായിച്ചിട്ടിരുന്ന കൊച്ചു പുസ്തകമൊന്നും മേടിച്ച് വായിക്കേണ്ട കാര്യമില്ല. നമ്മളിവിടെ കൊച്ചു പുസ്തകം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്. കാരണം മംഗളം എന്ന് പറയുന്നൊരു പത്രത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം ഇത്തരത്തിലുള്ള മറ്റേ പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നത് കൂടിയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. മുത്തുച്ചിപ്പി പോലെയുള്ള പല പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ ചാനലുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനെ ഉണ്ണി ബാലകൃഷ്ണനെ പോലെ വളരെ സയൻറ്റിഫിക്കായ തത്വചിന്താപരമായിട്ടുള്ള ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടും വിട്ടിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആൻറ്റോ അഗസ്റ്റിൻ, അദ്ദേഹം ഇന്നലെ പറയുന്നൊരു കാര്യം, ഈ മറ്റേ മീറ്റ് ദ എഡിറ്റേഴ്സിലിരുന്ന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ്. ഇനി 10ാമതാണെങ്കിൽ പോലും അദ്ദേഹം മറ്റേ ജസ്റ്റിസിന് വേണ്ടി പോരാടും, അല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇവർക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള ഹിഡൻ അജണ്ടയും ഇല്ല എന്നുള്ളതാണ്. ഷിരൂർ അർജുനെ കണ്ടെത്താൻ പോയപ്പോഴും ഒരു ജീവന് വേണ്ടിയുള്ള ഒരു വലിയ വെമ്പലായിരുന്നു ഇവർക്ക്, അല്ലാതെ റേറ്റിംഗ് ഒന്നും ഇവർ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം അറിയാം, രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ദിവസമാകുമ്പോൾ ഒന്നില്ലെങ്കിൽ പുഴയിൽ വീണ് മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ അറിയാം. പക്ഷേ ഇവരെപ്പോഴും ജീവന് വേണ്ടി, ഒരു ജീവൻ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പത്രപ്രവർത്തനം നടത്തിയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ വയനാട് തന്നെ ഇവർ 31 യൂണിറ്റുകൾ വെച്ചിട്ട് വലിയ പത്രപ്രവർത്തനം നടത്തിയെന്നാണ് ആൻറ്റോ അഗസ്റ്റിൻ പറയുന്നത്. അതുകൂടാതെ അവരുടെ മറ്റൊരു പ്രവർത്തനം അദ്ദേഹം ഇന്നലെ പറഞ്ഞില്ല, അത് ഞാൻ ഓർമ്മിപ്പിക്കാം. ഈ ആൻറ്റോ അഗസ്റ്റിനും നമ്മുടെ ഡോക്ടർ അരുൺകുമാറും കൂടിയിട്ടൊരു റാലി, ഒരു ജാഥ നടത്തി. അത് വയനാട്ടിലെ സംഭവങ്ങൾക്കൊക്കെ ശേഷം വയനാട്ടിലൊരു ജാഥ നടത്തുകയും ആ ജാഥയുടെ ഇടക്ക് വെച്ചിട്ട് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിൻ്റെ ഒരാളുടെ മകളുടെയോ മകൻ്റെയോ എന്തോ ബർത്ത്ഡേയോ മാമോദീസയോ ആഘോഷിക്കുന്നൊരു ചടങ്ങോ കൂടി കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള വൻ പത്രപ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള പത്രപ്രവർത്തനം നടത്തുന്നതിന് നമ്മുടെ ആൻറ്റോ അഗസ്റ്റിന് കേരള വിഷൻകാർ, അതായത് കേരള വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു മറ്റേ ഈ കേബിളൊക്കെ വരുന്ന ഒരു ശൃംഖലയുടെ അത്തരത്തിലുള്ള ഒരു അസോസിയേഷനാണ്. അവർ ഏറ്റവും നല്ല പത്രപ്രവർത്തനമുള്ളതാണോ അതോ ഏറ്റവും മികച്ച പത്ര മുതലാളിക്കുള്ളതാണോ എന്നറിയില്ല. ആൻറ്റോ അഗസ്റ്റിന് അത്തരത്തിലുള്ളൊരു അവാർഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സത്യത്തിൽ ഇനി ഇവരുടെയൊക്കെ ഒരു ഭാവത്തിൽ ഇവരെയൊക്കെ ഒരു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയോ അല്ലെങ്കിൽ കുൽദീപ് നയ്യാറെ പോലെയൊക്കെയുള്ള വലിയ പത്രപ്രവർത്തകരായും ഭാവിയിൽ വാഴ്ത്തപ്പെട്ടേക്കാം. കാരണം കാശുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള അവാർഡുകളൊന്നും സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മുടെ പ്രഭാവർമ്മക്കൊക്കെ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ വലിയ അവാർഡുകൾ ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ തെഹൽക്കയുമായി ബന്ധപ്പെട്ടും ഒരു വലിയ നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള പത്രപ്രവർത്തനം നടത്തുന്നത് എന്ന് മാത്രം ദയവ് ചെയ്ത് പറയാതിരിക്കാനുള്ള ഒരു ദയവുണ്ടാകണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള നിരവധി ബുക്കുകൾ ഇനി ഇതിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ എഴുതാൻ കഴിയട്ടെ. കാരണം മരങ്ങളായി നിന്നതും ഇനി മരങ്ങൾ അവിടെ തന്നെ നിൽക്കേണ്ടതും നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ അത് മുറിക്കപ്പെടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം.